ഇടുക്കി മുട്ടം സർവീസ് സഹകരണ സംഘത്തിൽ തീപിടുത്തം. രേഖകൾ സൂക്ഷിച്ചിരുന്ന റൂമിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സ്വിച്ചും അതുപോലെ തന്നെ എല്ലാ ഫ്യൂസും ഞങ്ങൾ ഊരി. അപ്പോൾ അപ്പുറത്തൊരു റൂമിൻ്റെ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ റൂം എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ്. 2 റൂമുകളിലെ പഴയ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് റാക്കിലും മേശയിലുമായിട്ട് പഴയ റെക്കോർഡ്സ് മാത്രം വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെഗുലർ യൂസ് ഇല്ല. 6-7 മാസം മുമ്പ് അതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കിയിരുന്ന റൂമാണ്. അതിനകത്താണ് ഇപ്പോൾ ഫയർ ഉണ്ടായിരിക്കുന്നത്. അതിനടുത്ത റൂം കൂടെ ഉണ്ട്. അതിലും കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതിലും ഫയർ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും എന്നുള്ളൊരു പ്രഥമ സംശയത്തിൽ ഇലക്ട്രിക് സപ്ലൈ മുഴുവൻ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് വന്നു, അവർ വെള്ളം അടിച്ച് ഇപ്പോൾ ഫയർ പൂർണ്ണമായിട്ടും കൺട്രോളിലായിട്ടുണ്ട്. ഇനി തുറന്നു നോക്കിയാൽ മാത്രമേ ഡാമേജിൻ്റെ എക്സ്റ്റെൻറ്റ് അറിയാനൊക്കെ ഉള്ളൂ. ഇടപാടുകാരെ സംബന്ധിച്ച് യാതൊരു ഡോക്യുമെൻറ്റും നഷ്ടപ്പെട്ടു. എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മുടെ സ്ട്രോങ് റൂമിൽ സേഫായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഓഫീസ് റൂമിനകത്ത് ഫംഗ്ഷൻ എല്ലാം ഉണ്ട്. സിസ്റ്റത്തിനകത്ത് എല്ലാം കാര്യമാണ്. ഒരു നഷ്ടവും നമുക്ക് ബാങ്കിന് ഈ പഴയ റെക്കോർഡ്സ് അത്ര ആവശ്യമില്ലാത്ത റെക്കോർഡ്സ് നശിച്ചു പോയി എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിന് ഫോർ ദ ടൈം ബീങ് വന്നിട്ടില്ല. കെട്ടിടത്തിന് എന്ത് ഡാമേജ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേർന്നു. ജെയിൻ, നിക്ഷേപകരെ സംബന്ധിച്ച്, ഇടപാടുകാരെ സംബന്ധിച്ച് പ്രശ്നമില്ല, എല്ലാ രേഖയുമുണ്ട്, അവയൊന്നും കത്തിപ്പോയിട്ടില്ല എന്നാണ് ബാങ്കിന്റെ പ്രതിനിധി ഉൾപ്പെടെ പറയുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായിട്ടും ബാങ്കിന്റെ പ്രസിഡന്റ് പറയുന്നത് ഇടപാടുകാരുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ബാങ്കിന് ഏതാണ്ട് 100 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ആ വർഷം ഏതാണ്ട് മുൻ വർഷങ്ങളിൽ ഉപയോഗശൂന്യമായിട്ടുള്ള റെക്കോർഡുകൾ അത് സൂക്ഷിച്ചിരുന്ന മുറിക്കാണ് തീപിടിച്ചത്. ആ രേഖകൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ബാങ്ക് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത്. ആളുകൾ പണയം വെച്ച ആധാരമടക്കമുള്ള രേഖകളുണ്ട്. ആ രേഖകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിശദീകരണം. 2:30 ബാങ്കിന്റെ ഈ രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നും പുക ഉയർന്നത്. ഉടനെ തന്നെ ബാങ്ക് അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പക്ഷേ അതിനകം തന്നെ തീ ആളിപ്പടരുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നും മൂലമറ്റത്തുനിന്നും, തൊടുപുഴയിൽ നിന്ന് 2 യൂണിറ്റും മൂലമറ്റത്തുനിന്ന് 1 യൂണിറ്റും എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നത്. സമീപത്തെ കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല. 100 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ആ കെട്ടിടത്തിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.